ഹായ് അപ്പം ഇന്ന് ഗൈസ് അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഇന്നൊരു ഞായറാഴ്ചയാണ്. അതുപോലെ തന്നെ നല്ല മഴയുണ്ട്. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ, അതായത് നമ്മൾ ഇന്ന് ഒന്ന് കൊഴുമ്മൽ എന്ന് പറയുന്ന സ്ഥലം വരെ പോവാണ്. അപ്പം എന്തിനു പോകുമെന്ന് വെച്ചാൽ പറയാം. അപ്പം എന്തിനാ പോകുന്നത് പ്രണവേ? കൊഴുമ്മൽ എന്തിനാ പോകുന്നത്? കൊഴുമ്മൽ കൊഴുമ്മലില് പ്രഡിക്ഷൻ കോൺടെസ്റ്റിൽ വിന്നായതിന്റെ പ്രൈസ് അങ്ങനെയാണോ വന്നത്? അതേ പ്രഡിക്ഷൻ കോൺടെസ്റ്റിൽ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് തട്ട് താഴ്ന്നില്ല, പൊങ്ങി നിൽക്കുന്ന ഗ്രാഫ് പൊങ്ങിയിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ പ്രഡിക്ഷൻ കോൺടെസ്റ്റിൻ്റെ വിന്നറായ പ്രണവിനെയും കൂട്ടി നമ്മൾ കൊഴുമ്പലിൽ പോവാണ് പ്രൈസ് വാങ്ങാൻ. സോ നമുക്ക് അങ്ങോട്ട് പോവാം. മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാസ്റ്റിക് കോട്ടും ഹെൽമെറ്റിലൊക്കെ വാരിയിട്ടിട്ടില്ലേ. ഓക്കെ, സോ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി എടുക്കാം. അവിടെ 5 മണിക്ക് പരിപാടി തുടങ്ങും. ഏകദേശം 4:50 ആവാനായി. വേഗം പോകണം. ഓക്കെ, പോവാം. അപ്പം നമ്മൾ ചായ ഹട്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചായ ഹട്ടിലാണുള്ളത്. അപ്പം ചായ ഹട്ടിൽ നിന്ന് നിങ്ങൾക്ക് അന്ന് കാണിച്ചു തന്നെയാണ് ഈ ഒരു പാലം. ഇവിടുന്ന് കാണാൻ നല്ല വ്യൂ ആണ്. അപ്പം പ്രണവ് അങ്ങനെ സമ്മാനം മേടിച്ചു. ചെറിയ രീതിയിലൊരു ക്യാഷ് പ്രൈസും ആണ്. എന്നാ പറയാനില്ല, എന്താ പറയാനുണ്ടോ? ഓന് പറയാനില്ല, ഓനെന്തോ ധർമ്മസങ്കടത്തിൽ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ്. അതായത് ഓൻ പ്രതീക്ഷിച്ചു, കാരണം 1 മാസം കഷ്ടപ്പെട്ടതിന് ഓൻ പ്രതീക്ഷിച്ചു. പക്ഷെ പ്രതിഫലം കുറച്ച് കുറവായിരുന്നു. പ്രതീക്ഷ അത്ര കിട്ടിയിട്ടുമില്ല. സോ നമ്മള് ഇവിടെ പുഴേൻ്റെ സൈഡിൽ ഈ പാലത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും. സോ നമ്മള് എപ്പോഴും ചായഹട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതിലേ ഈ പാലത്തിലേ നടന്ന് ആ കാണുന്ന പാലമില്ലേ, ആ പാലം വരെ നടന്ന് അതും ചുറ്റിയിട്ടാണ് വരല്. സോ നമ്മൾ ആദ്യം നടക്കാൻ പോവാ. കാർത്തിക് എന്നാ പറയല്ലേ, ഇന്നത്തെ നമ്മൾ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലത്തെ ട്രിപ്പ് അതെ, എന്തെല്ലാം എക്സ്പെക്ട് ചെയ്ത് പോയി. പക്ഷെ അവിടെ പോയിട്ട് ഒന്നും ഉണ്ടായിട്ടാ. എന്നാലും സമയം ശരിയല്ല. നമ്മുടെ സമയം ഈയിടെയായിട്ട് ശരിയല്ല. എൻ്റെ ഇന്നലെ ശരിയായിട്ടില്ല, ഇവൻ്റെ ഇന്ന് ശരിയല്ല, നാളെ കാർത്തികിനേക്കും എന്തോ അങ്ങോട്ട് ശരിയാവുന്നില്ല ഒന്നും, അല്ലേ? അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച നല്ല സമയമായിരുന്നു. പിന്നെ മറ്റേ അർജന്റീന തോറ്റപ്പോ നല്ല സമയം. അന്നും പിറ്റേ ദിവസം ഒക്കെ ഒരു സമ്മാനം അടിച്ചു. ഇവനും സമ്മാനം അടിച്ചേ പ്രഡിക്ഷനില്. ഇവനെന്താ അടിച്ചേ? വെജിറ്റബിൾ കട്ടർ. നമ്മളിനി ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഇനി ഇവിടുന്ന് ഇനി അങ്ങോട്ട് നടക്കണം. സോ നമ്മൾ ഇന്നലെ പോയതിൻ്റെ ക്ഷീണമുണ്ട്. ഓക്കെ, ഇപ്പം ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ ഒരു തോണി കാണാം. ഒരു തോണി ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് അവിടെ. പിന്നെ ഇവിടെ ഒരു ബണ്ട് പോലത്തെ സാധനമുണ്ട്. ഇത് ഈ കാണുന്ന വെച്ചാൽ ബണ്ട. കഴിച്ച് നമ്മളെ അനന്തു ഇന്ന് ലീവല്ല, ഇനി നമ്മളെ വരുന്നില്ല എന്ന് പറഞ്ഞ്. അങ്ങനെയൊന്നും പറഞ്ഞില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ വെള്ളച്ചാട്ടത്തിൽ പോയില്ലേ. അപ്പം വെള്ളച്ചാട്ടത്തിൽ നിന്ന് അവിടെ ക്ലോസ് ആയി, അതായത് ഇറങ്ങിക്കൂടാന്നുള്ള ബോർഡ് കണ്ടുകൊണ്ട് തന്നെ ചെങ്ങായി നല്ല ഇൻട്രസ്റ്റോടെ വന്നത്. പക്ഷെ നമ്മൾ പിന്നെ ചൂരൽ വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് നമ്മൾ ഇറങ്ങിയായിരുന്നു. അപ്പം ചെങ്ങായി പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അവന് പണിയില്ല, അതുകൊണ്ട് ഗെയിം കളിച്ചിരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അവിടെ വിളിച്ചിട്ട് വന്നിട്ടില്ല. നമുക്ക് അങ്ങോട്ട് പോവാം, ആ പാലത്തുമ്പോൾ പോവാം. മഴയിൽ ആസ്വദിക്കണം, മലയാളിയല്ലേ അല്ലേ? പോവാം, നമുക്ക് എന്തായാലും ആ പാലത്തുമ്പോൾ പോവാം. അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ ചായ ഹട്ട് വന്നാൽ ഇതിലേ നടക്കലുണ്ട്. അപ്പം നേരെ നടക്കാം, അല്ലേ? അനന്തൂൻ്റെ ഒരു കുറവും കൂടി ഉണ്ട്. ചങ്ങ ഇന്ന് എന്തായാലും വരില്ല. കാരണം വെച്ചാൽ ഇന്നലെ ട്രിപ്പ് കൊണ്ടുവന്നുകൊണ്ട് ഇന്ന് ഗെയിം കളിച്ചേ പറ്റുമെന്നുള്ളൊരു ഇതിലാന്ന് പറഞ്ഞു. നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ എർലിംഗ് ഹാളണ്ടില്ലേ, ഫുട്ബോൾ പ്ലെയർ. എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ പിന്നെ ഫുട്ബോൾ പ്ലെയർ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല.
അപ്പം പുള്ളിക്കാരൻ്റെ പേര് പറഞ്ഞിട്ടുള്ള എല്ലാ വീഡിയോയിലും കമൻ്റ് ഇടുന്നുണ്ട് അല്ലേ കമൻ്റ് ഇടുന്നില്ലേ? ആ എന്നാ നിൻ്റെ ഐഡിയ എന്താ പറഞ്ഞത്? അപ്പോൾ ഈ ഹാളുണ്ട് എന്നാക്കുന്ന വെച്ചാൽ ഇപ്പം എല്ലാ അധികം വീഡിയോനും ഹാളിൻ്റെ ടാഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ എല്ലാം വീഡിയോനെല്ലാം കമൻ്റ് ഇടുന്നുണ്ട്. അപ്പോൾ എന്നാക്കിയെന്ന് വെച്ചാൽ കുറേ ആൾക്കാരെല്ലാം ക്രിയേറ്റേഴ്സ് എല്ലാം ഇടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ എർലിംഗ് ഹാളൻഡ് കമൻറ്റ് ചെയ്താൽ കമൻറ്റ് ചെയ്യുന്ന അങ്ങനെ എന്തല്ലോ മറ്റേ ഇങ്ങനെ 20 കിലോ വെയിറ്റ് ഓർക്കും എർലിംഗ് ഹാളൻഡ് കമൻറ്റ് ചെയ്താൽ അങ്ങനത്തെ കുറേ ടൈപ്പ് വീഡിയോ ഇടും. അപ്പോൾ അതിലെല്ലാം മറ്റേ ഹാളൻഡ് വന്നിട്ട് കമൻറ്റ് ഇടും. അപ്പോഴത്തേക്ക് ആ വീഡിയോ വൈറലാവും. എന്നിട്ട് കാർത്തിക് പറയുന്നത് ഞാനും അങ്ങനെ വീഡിയോ ഇട്ട് വൈറലാവുന്നതാണ് കാർത്തിക് പറയുന്നത്. പക്ഷെ എനിക്ക് ഇടുമെന്ന് തോന്നുന്നില്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് വീഡിയോ ഇടുന്നത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത്രേ. അയ്യോ, അപ്പോൾ നമ്മൾ ഈ പാലത്തിലൂടെ നമ്മളെപ്പോഴും നടക്കുന്ന ആ പാലത്തിലൂടെ ഇങ്ങനെ നടക്കുക. ഓക്കെ, ഹാളണ്ടിൻ്റെ അതായത് ടീം വിജയിച്ച് കഴിഞ്ഞാൽ സെലിബ്രേഷൻ്റെ ആ സാധനമാണ്. കാർത്തിക് കാണിക്കടാ ആനന്ദമുണ്ടെങ്കിൽ എന്തായാലും കാണിക്കിപ്പോൾ. ഗൈസ് മഴ പെയ്യലായി. ഇതാണ് പുഴ, വലിയ പുഴയാണ് ഗൈസ്. ഒരു തുമ്പപ്പൂ ഇട്ടിട്ടുണ്ടെന്ന് ഒരുത്തൻ പറഞ്ഞു. കാർത്തിക് പറഞ്ഞു ഇത്ര വലിയ തുമ്പപ്പൂവാ. ഇങ്ങോട്ട് പറ. കാർത്തിക് പറഞ്ഞ തുമ്പപ്പൂ നമുക്ക് ഓണത്തിന് പൂക്കളത്തിനിടാം. ഇത്ര വലിയ തുമ്പപ്പൂ. അങ്ങനെ പിടിക്കാം. എന്തൊക്കെ മനുഷ്യരാണല്ലേ. നടന്ന് ചായ് ഹട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി. ഷോർട്സിലാണ് ഗൈസ്, ഷോർട്സിലാണ് നമുക്ക് വ്യൂസ് ഏറ്റവും കൂടുതൽ കയറുക. കാരണം എന്ന് വെച്ചാൽ ഇപ്പം സ്ക്രോളിങ് ഹാബിറ്റ് എല്ലാവർക്കും കൂടിയോണ്ട് തന്നെ എല്ലാവരും എന്താ പറയണ്ടേ, വേഗം അടുത്ത എന്നുള്ള ഒരിത് കൂടിയല്ലേ നമ്മളെല്ലാം മൈൻഡിൽ. അതുകൊണ്ട് യൂട്യൂബ് ഷോർട്സ് നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നല്ല സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റാഗ്രാമിൽ നല്ല ഫോളോവേഴ്സും ഉണ്ടാക്കാം. ഓക്കെ, ലെങ്തി വീഡിയോ ഇപ്പം എന്ന് വെച്ചാൽ നമ്മളതിൽ മെയിനായിട്ട് കണ്ടൻറ്റ് വേണം. അതാണ് ഒന്നാമത്തെ ഇതെന്ന് പറഞ്ഞാൽ ഗൈസ്. അപ്പോൾ നമ്മളെ പരിപാടിയും കാര്യങ്ങളും കഴിഞ്ഞു. അപ്പം ഈ വ്ളോഗ് ഇവിടെ വെച്ച് അതിൻ്റെ പേര് അടുത്ത വ്ളോഗിൽ നാളെ കാണാം. ബൈ പറ. അപ്പം അടുത്ത നാളെ